അല്ലെങ്കിൽ കെ സി ആണ് ഇറങ്ങി കളിക്കുന്നതെങ്കിൽ കെ സിക്ക് പിന്മാറേണ്ടി വരും. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല ഈ ഘട്ടത്തിൽ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഇല്ലയോ? അല്ല, കെ സി വേണുഗോപാലിന് ഇനിയും കെ പി സി സി അധ്യക്ഷൻ ആരെയാണ് നിശ്ചയിക്കുന്നത് എന്നനുസരിച്ചായിരിക്കും കേരളത്തിലെ ഗ്രിപ്പ് കെ സി വേണുഗോപാലിന് എത്ര ഉണ്ടാവുമെന്ന് ഉള്ള ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇവിടെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിന് പവർ വളരെ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരിൽ കൂടുതൽ ആൾക്കാരും കെ സിയുടെ പക്ഷക്കാരാണെങ്കിൽ പോലും അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഈ വെസ്റ്റ് മിനിസ്റ്റർ സിസ്റ്റത്തിൽ ഫസ്റ്റ് എമംഗ് ഈക്വൽസ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും മുഖ്യമന്ത്രിയാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്ന തരത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു അധികാരം, അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം അദ്ദേഹം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു കെ പി സി സി അധ്യക്ഷൻ ആരാണ് വരുന്നത്? ആ ആള് കെ സിയുടെ ആളായിരിക്കുമോ അതെയോ വി ഡിക്കും താല്പര്യമുള്ള ആളായിരിക്കുമല്ലോ. അല്ലാതെ ഇവിടെ 2014 വി എം സുധീറിനെ രാഹുൽ ഗാന്ധി നിശ്ചയിച്ചതുപോലെ ഈ മോഹൻ ഗോപാലിനെ പോലുള്ള ആൾക്കാരൊക്കെ പറയുന്നത് കേട്ട് വി എം സുധീറിനെ പോലെ ഒരു വി ഡി സതീശനെതിരെ ദിവസവും പ്രസ്താവനകൾ ഇറക്കുന്ന ഒരാളെ എന്തായാലും കൊണ്ടുവരില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും പറ്റുന്ന ഒരാളാണെങ്കിൽ കെ സി വേണുഗോപാലിലേക്ക് ഇപ്പോൾ സണ്ണി ജോസഫ് കെ സി വേണുഗോപാലിൻ്റെ ആളായി മാറിയതുപോലെ ഇപ്പോൾ സതീശൻ്റെ കൂടെ അദ്ദേഹത്തിന് കൂടെ വർക്ക് ചെയ്യുമെന്ന് തോന്നുന്ന ഒരാൾ വന്നിട്ട് നാളെ കെ സി വേണുഗോപാലിൻ്റെ ആളായിട്ട് മാറാവുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ നിലയ്ക്ക് സതീശൻ ഒരു തുടക്കക്കാരൻ്റെ ഉള്ള കുറേ അഡ്വാൻറ്റേജുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ബജറ്റ് വളരെ മികച്ച ഒരു ബജറ്റായിരുന്നു. അദ്ദേഹം നികുതിയൊന്നും വർദ്ധിപ്പിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ള പിറ്റ്ഫോൾസ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇനി ഉള്ള അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പൊതുജനങ്ങളോട് ഇതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടി മദ്യനിരോധനം ഏർപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു പ്രശ്നമുണ്ടായത് അദ്ദേഹം അതിനെക്കുറിച്ചൊരു കൃത്യമായിട്ടൊരു വിശദീകരണം പോലും കൊടുത്തില്ല. അതുപോലെ ഇപ്പോൾ വി ഡി സതീശൻ പല കാര്യങ്ങളും അദ്ദേഹം നിയമസഭയിൽ അതിനെക്കുറിച്ച് ചില പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട് എന്നതിനപ്പുറം അദ്ദേഹം മുൻപ് പൊതുജനങ്ങളോട് വളരെ കൃത്യമായിട്ട് നിലപാടുകൾ പറഞ്ഞിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് പത്രസമ്മേളനം വിളിച്ചു വേണമെങ്കിൽ ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലാതെയും അദ്ദേഹത്തിന് പത്രസമ്മേളനം വിളിച്ചിട്ട് പറയാം ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ പല രീതിയിലുള്ള പുകമറകൾ, ഇപ്പോൾ ശേഷാദ്രിനാഥിൻ്റെ കാര്യത്തിലാണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാര്യത്തിലാണെങ്കിലും ഈ വിഴിഞ്ഞം ഡീലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ വിഴിഞ്ഞത്തെ കാര്യമൊക്കെ പറയുന്നത് ഇവിടെ സിബി സത്യൻ പറയുന്നത് ഇത് കേന്ദ്ര നേതൃത്വത്തിന് അല്ലെങ്കിൽ കേന്ദ്ര കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ എന്തെങ്കിലും അവരുടെ ഒരു സമീപനത്തിനെതിരാണ് എന്ന് പറയുന്നു. ഞാൻ കരുതുന്നില്ല. ഇവിടെ 2015 ഉമ്മൻചാണ്ടി അദാനിയെ കൊണ്ടുവന്നപ്പോൾ അന്നും നേതാക്കൾ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ അന്നും അവിടെ ഉണ്ടായിരുന്നു. കോൺഗ്രസ് ദേശീയ നേതൃത്വം അദാനിക്കെതിരെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി അനധികൃതമായിട്ട് കാര്യങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ള ആ ഒരു ടൈപ്പിനെ കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നയാളാണ് രാഹുൽ ഗാന്ധി. അതാണ് വിഷയം. അതാണ് സിബി ചൂണ്ടിക്കാണിച്ചത്. അല്ല, ഇവിടെ 2004 AK ആന്റണി, അതിനുശേഷം 2004 തന്നെ വന്ന ഉമ്മൻചാണ്ടി സർക്കാർ, 2006 വന്ന VS സർക്കാർ, 2014 വീണ്ടും വന്ന ഉമ്മൻചാണ്ടി സർക്കാർ, ഈ 4 സർക്കാരുകൾ ബിഡർമാരെ തേടി അലഞ്ഞപ്പോൾ ഇവിടെ വിഴിഞ്ഞം ഏറ്റെടുക്കാൻ ആരും വന്നില്ല. അവസാനം അദാനി തന്നെ വരേണ്ടി വന്നു. ഇവിടെ ഈ അദാനിയെക്കുറിച്ചും അംബാനിയെക്കുറിച്ചും രാഹുൽ ഗാന്ധി പറഞ്ഞു കിടക്കുന്ന ഈ മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെല്ലാം അധികാരത്തിൽ വന്നാൽ രാഹുൽ ഗാന്ധി ഇവരെല്ലാം എന്തെങ്കിലും ചെയ്യുമെന്നാണോ മഞ്ജുഷ് വിചാരിക്കുന്നത്? അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. ഇത് പറയാൻ വളരെ എളുപ്പമാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇതുപോലെ പല കാര്യങ്ങളും പറയാം. അതിപ്പോൾ സതീശനോട് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും പല കാര്യങ്ങൾ പറഞ്ഞല്ലോ. എന്നിട്ട് ഇപ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ കണ്ടില്ലേ നേരെ തിരിഞ്ഞത്? അതുപോലെയുള്ളൂ, അത്രയേ ഉള്ളൂ. അല്ലാതെ അദാനിയെ നാളെ ഇവിടെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നമ്മളൊന്നും ചെയ്യല്ലോ സാർ. നമ്മൾ ചോദിക്കുന്നത് ക്രോണിക് ക്യാപിറ്റലിസത്തിനെതിരെ ഒന്നും പറയണ്ട എന്നാണോ അപ്പൊ താങ്കൾ പറയുന്നത്? അല്ല, പ്രതിപക്ഷത്തിരുന്നപ്പോൾ ക്യാപിറ്റലിസവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഈ പ്രതിപക്ഷ കക്ഷികൾക്ക് കോൺഗ്രസിന് ഉൾപ്പെടെ അദാനി അംബാനിയും പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് സിബി സത്യൻ അറിയായിരിക്കുമല്ലോ. തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ ഉൾപ്പെടെ ഇപ്പോൾ പല കർണാടകത്തിൽ എന്താണ് അംബാനിയുടെ അദാനിയുടെ ഒക്കെ നിലപാട് കോൺഗ്രസ് സർക്കാരിനോട് എന്ന് നമ്മൾ നോക്കിയാൽ മാത്രം മതി. പല കാര്യത്തിലും സതീശൻ കർണാടക സർക്കാരിൻ്റെ സമീപനത്തെയാണ് അനുകരിക്കുന്നത്. മദ്യനയത്തിലാണെങ്കിലും ഇവിടെ മറ്റ് പല കാര്യങ്ങളിലാണെങ്കിലും കർണാടകത്തിൽ എങ്ങനെയാണ് BJPയുടെ MLA-മാരെ കോൺഗ്രസ് ചാക്കിട്ടത്, ശിവകുമാർ എങ്ങനെയാണ് വിലയ്ക്ക് വാങ്ങിച്ചത്, അതുപോലെ സതീശൻ ഇവിടെ അദ്ദേഹത്തിൻ്റെ രീതിയിൽ ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ
അതിനെ നമ്മൾ ഏത് തരത്തിൽ വിലയിരുത്തണം എന്നുള്ളത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ എന്താണ് തീട്ടൂരം സതീശന് ബാധകമാണോ? ഇവിടെ ശിവകുമാറിന് എത്ര ബാധകമാണോ അത്രയും സതീശന് ബാധകമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സതീശന്റെ ഈ മംഗലാപുരം യാത്രയുണ്ടല്ലോ, അല്ലെങ്കിൽ അംബാനി കൂടുതൽ പ്രചാരണം നൽകുന്നത് കെ.സി. പക്ഷക്കാർ തന്നെയാണ്. അതിപ്പോഴും അങ്ങനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ മംഗലാപുരം യാത്രയുടെ ബാക്കി പത്രമാണ് ഇപ്പോഴത്തെ തീരുമാനങ്ങൾക്ക് പിന്നിലെന്ന് പ്രചരിപ്പിക്കുന്നതും കെ.സി. പക്ഷക്കാരാണ്. അല്ല, അത് കെ.സി. പക്ഷക്കാർ മാത്രമല്ല, ഇവിടെ പലരും അതിനെക്കുറിച്ച് വലിയ വാർത്തകൾ കൊടുത്തിരുന്നു. അവിടെ JDS-ന്റെ നേതാക്കൾ ഫറൂഖും അതുപോലെയുള്ള ആൾക്കാരൊക്കെ അവർ പറഞ്ഞത് അതിന് ഈ അദാനി ഗ്രൂപ്പുമായിട്ട് ബന്ധമില്ല എന്നൊക്കെയാണ്. അത് സതീശൻ അതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നില്ല. കാര്യം അദ്ദേഹം ഈ പല കാര്യങ്ങളിലും ഇപ്പോൾ അത് ഈ മംഗലാപുരം യാത്ര ഉൾപ്പെടെ അദ്ദേഹമാണ് പത്രസമ്മേളനം വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു പോമറ ഇവിടെ ഉണ്ടെങ്കിൽ അത് നീക്കേണ്ടത്. ഇവിടെ പണ്ട് പത്രസമ്മേളനം വിളിച്ച അദ്ദേഹം ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു അതേക്കുറിച്ച്. അത് തെറ്റായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. ആര്യാടന്റെ ബന്ധുവായിരുന്നു, ഇക്കാര്യം പറഞ്ഞതാണ്. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. എന്തായാലും ഇവിടെ പലതരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. വി ഡി സതീശൻ തന്നെ ഒരു പത്രസമ്മേളനം വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും അദ്ദേഹത്തിന് തന്നെ നല്ലത്. അല്ലെങ്കിൽ ഇവിടെ ഈ പറയുന്നത് പോലെ കെ.സി. വേണുഗോപാലും പ്രതിപക്ഷത്തിനും ഒക്കെ ഇപ്പോൾ കളിക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ട് ഇത് മാറുന്നുണ്ട്. ശരി, ശ്രീ എൻ ശ്രീകുമാർ അത് വ്യക്തത വരുത്താത്തത് കൊണ്ടാണെന്നാണ് ശ്രീ ആനന്ദ് കൊച്ചുകൂടി പറയുന്നത്. അതുകൊണ്ടത് ഈ പ്രതിപക്ഷത്തിനും കെ.സി. വേണുഗോപാൽ പക്ഷത്തിനും എന്ന് കൂട്ടി വായിക്കേണ്ടി വരികയാണ് പല ഘട്ടങ്ങളിലും. പ്രതിപക്ഷത്തേക്കാൾ കെ.സി. വേണുഗോപാൽ പക്ഷത്തിന്. നോക്കൂ ശ്രീ മഞ്ജുഷേ, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും ഈ ഗവൺമെന്റിനെ അധികാരത്തിലെത്തിച്ച സാമാന്യ വിവരമുള്ള ജനങ്ങൾക്കുമൊക്കെ എല്ലാ കാര്യവും മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വേവലാതി കോൺഗ്രസിനോ മുഖ്യമന്ത്രി വി ഡി സതീശനോ മറ്റു മന്ത്രിമാർക്കോ ഇല്ല. ഇവിടെ വി ഡി സതീശൻ എല്ലാ ക്യാബിനറ്റ് യോഗവും കഴിഞ്ഞ് പത്രസമ്മേളനം വിളിക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് അസംബ്ലി നീണ്ടുപോയത് കൊണ്ട് വൈകുന്നേരം പത്രസമ്മേളനം വെച്ചിട്ട് അത് റദ്ദാക്കിയത്. ഇനിയിപ്പോ അടുത്ത 2 ദിവസം കഴിഞ്ഞാൽ വിളിക്കുമല്ലോ. എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതിൽ VM സുധീരന്റെ മദ്യനയത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന കേൽക്കറെ ഇദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയതിനും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ PMC പദ്ധതിയും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഉത്തരം പറയാനുള്ളത് വിഴിഞ്ഞമാണ്. എന്ന് വെച്ചാൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അത് നിയമസഭയിലും പറഞ്ഞു, പ്രസ്താവനയായിട്ടും പറഞ്ഞു. അപ്പൊ പ്രസ്താവന വന്ന സമയമാണ് പ്രശ്നം. അതോടെ നിന്നോട്ടെ. പക്ഷെ മഞ്ജുഷ, ഇവര് 2 കാര്യം നമ്മൾ മറക്കുകയാണ്. എന്താ അറിയാവോ? ഒന്ന്, ഈ ഓഹരി കൈമാറ്റം നടത്താൻ വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടില്ല. 2, ഓഹരി കൈമാറ്റം നടത്തിയിട്ടില്ല. അത് സെബിയെ അറിയിച്ചിട്ടേ ഉള്ളൂ, കൈമാറ്റം നടത്തിയിട്ടില്ല. 3ാമത്തെ കാര്യം, നിങ്ങൾ CPM-ന്റെ 2 ദിവസത്തെ നിലപാടുകൾ ശ്രദ്ധിച്ചിരുന്നോ? അത് എല്ലാവരിൽ നിന്നും CPM മറച്ചു വെച്ചു, ചില ചാനലുകളും മറച്ചു വെച്ചു. പക്ഷെ ഇന്നലെ ഞാനതിൽ മറ്റൊരു ചാനലിൽ പറഞ്ഞിരുന്നു, ശേഷം ചില കോൺഗ്രസിന്റെ വക്താക്കളും പറഞ്ഞിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം CPM-ന്റെ മുഖപത്രത്തിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. ആ വാർത്ത എന്താണെന്ന് വെച്ചാൽ LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള നിലപാട് മൂലമാണ് വിഴിഞ്ഞം പദ്ധതിയിൽ 13,000 കോടി രൂപ അദാനിയുടെ ഓഹരി വാങ്ങാനായിട്ട് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി തീരുമാനിച്ചത്. ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി LDF അധികാരത്തിലിരിക്കുമ്പോൾ നടത്തിയ വിഴിഞ്ഞം കോൺക്ലേവിൽ ഞങ്ങൾ പങ്കെടുപ്പിച്ചിരുന്നു. അതുകൊണ്ട് അത് ഞങ്ങളുടെ നേട്ടമാണ് അവർ 13,000 കോടി രൂപയുടെ ഓഹരി വാങ്ങാൻ വരുന്നതെന്ന് 2 ദിവസം മുമ്പത്തെ CPM പത്രത്തിന്റെ 1-ാം പേജിലെ വാർത്തയാണ്. പക്ഷെ പിന്നീട് മനസ്സിലായത്, അയ്യോ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, വി ഡി സതീശനെ മുൾമുനയിൽ നിർത്തണം, അഴിമതി ഉന്നയിക്കണമെങ്കിൽ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ മലക്കം പറഞ്ഞിട്ട് എന്തായി? അതിൽ അഴിമതി ഉന്നയിച്ചു. അതോടെ അതിന്റെ ഗ്യാസ് പോയി. ഇവിടെ പ്രതിപക്ഷം ദുർബലമല്ല കേട്ടോ. പ്രതിപക്ഷം ഇവിടെ ദുർബലമല്ല. പ്രതിപക്ഷത്തിന്റെ ഈ ചില അഭിപ്രായങ്ങൾ ദുർബലമാകുന്നത് അവർ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടും അവർ പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ടുമാണ്. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ അവർ DYFഐയുടെ SFഐയുടെ സമരം ചെയ്യാൻ പറഞ്ഞാൽ കേരളത്തിൽ എന്താവും അവസ്ഥ അതറിയാമല്ലോ. പ്രതിപക്ഷത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ശ്രീ എൻ ശ്രീകുമാർ, പ്രതിപക്ഷം ദുർബലം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.